നമ്മൾ മൂന്നാർ സിറ്റിൻ്റെ ഒരു 300-300 മീറ്റർ ബാക്കിലാണ് പെട്ടുള്ളത് കേട്ടോ. ഇനി മൂന്നാർ സിറ്റിക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. മൂന്നാർ സിറ്റി മൊത്തം നമ്മൾ കറങ്ങി കാണുന്നുണ്ട്. ഇവിടെയാണ് ഈ പടയപ്പ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഈ ഏരിയയിലാണ് അത് ഇറങ്ങല്. അങ്ങനെ നമ്മൾ മൂന്നാർ സിറ്റിയിലെത്തിയിട്ടോ. ആ കാണുന്നതാണ് സെൻറ്റർ, മൂന്നാർ സെൻറ്ററാണ്. ഇവിടുന്ന് മേലോട്ട് റോഡുണ്ട്, അത് പോണത് നേരെ ദേവികുളത്തേക്കാണ്. നമ്മൾ മൂന്നാർ സിറ്റി മൊത്തം കറങ്ങിയിട്ടാണ് നമ്മൾ മടങ്ങുന്നത് കേട്ടോ. അതിൽ ഫുള്ള് കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ മൂന്നാർ സിറ്റി. മൂന്നാർ ടൗണിലേക്ക് നമ്മൾ കയറിയിട്ടോ. ഇനി ഇതിൽ നേരെ അങ്ങനെ നമ്മൾ ടൗണ് മൊത്തം കറങ്ങുന്നുണ്ട്. കറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ മറയൂർ റോഡിലേക്ക് കയറും. വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, തിരക്ക് കുറവാണ്. അതായത് ഇപ്പോൾ എക്സാമൊക്കെ നടക്കായതുകൊണ്ടായിരിക്കും ആൾ വളരെ കുറവാണ്. ഇതൊക്കെ ചോക്ലേറ്റ് കടകളാട്ടോ. രണ്ട് സൈഡിലും നമ്മളെ മാത്രം ആശ്രയിച്ച് കണ്ട് ഇട്ട കടകളാണ് ഇതൊക്കെ. കച്ചവടം കുറവാണ്. ഇപ്പോൾ അൺസീസണാണ് തോന്നുന്നുണ്ട്, അത് എക്സാമൊക്കെ ആയതുകൊണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. വലിയൊരു തണുപ്പൊന്നുമില്ല, ചെറിയ ഒരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തണുപ്പേ ഉള്ളൂ, എന്നാലും നല്ല സുഖമുള്ള കാലാവസ്ഥയായിരുന്നു. അവിടെ പിങ്ക് പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ആ നേരെ കാണുന്നത് ഇവിടുത്തെ വലിയ പള്ളിയാണ്, മൂന്നാറത്തെ. അതിലങ്ങനെ റൗണ്ട് അടിച്ച് വരുമ്പോൾ വീണ്ടും ആ പള്ളി കാണും. നമ്മൾ വേറൊരു സൈഡിൽ കൂടെ വരും. മൂന്നാർ സിറ്റി മൊത്തം ഞാനിപ്പോൾ ഇതിൽ ഓടിച്ചോട്ടോ, വണ്ടി മൊത്തം ഇതിൽ കാണിച്ചു. ഇവിടെ നിന്ന് നിർത്തിക്കാണ്ട് ഒരു വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പില്ല. പോലീസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ കാണുന്നതാണ് ആ വലിയ പള്ളി. ഇനി അതിൽ കറങ്ങി വരുമ്പോൾ വീണ്ടും അത് കാണും. കുറഞ്ഞ സ്ഥലത്തിങ്ങനെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുഴപ്പമില്ല, ഒരു വെറൈറ്റി തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മൂന്നാർ സിറ്റി. വലിയ സിറ്റി ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല. കംപ്ലീറ്റ് ചോക്ലേറ്റ് കടകളാണ് അധികം. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. ഈ പാലം കയറിയിട്ട് നമ്മൾ നേരെ പോണത് മറയൂർ റോഡിലാട്ടോ. ഇപ്പോൾ മറയൂർ റോഡിലേക്ക് കയറിയിട്ട് നമ്മൾ മറയൂർ ഉടുമൽപേട്ട അതിലങ്ങനെ പോരും, പൊള്ളാച്ചി വഴി. ഇവിടുത്തെ മലകളും മരങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. നമ്മൾ സിറ്റി വിട്ടു കേട്ടോ. ഇപ്പോൾ മറയൂർ റോഡിൽ കയറി ശരിക്കും. ഇനി ഇവിടുന്ന് പോകുമ്പോൾ നല്ല നല്ല കാഴ്ചകളാണ്. ചായത്തോട്ടം, അടിപൊളി ചായത്തോട്ടം, മലകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നു.
അടിപൊളി സ്ഥലമാണ്. നല്ല കോടുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ടൗണിൽ തണുപ്പ് കുറവാണ്. AC ഓഫാക്കാനും കഴിയുന്നില്ല, മഴ ഉണ്ടായതുകൊണ്ട്. പുറത്തത്തെ ഒരു കാലാവസ്ഥ അനുഭവിക്കാൻ പറ്റണില്ല. നല്ല വെറൈറ്റി സ്ഥലം കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണാനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ എവിടെയെങ്കിലും നിർത്തിക്കാണ്ടൊരു വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, മഴ ആയതുകൊണ്ടേ. കുറച്ചും കൂടി ആണ്ട് പോയി നല്ലൊരു സൈറ്റുള്ള സ്ഥലത്ത് നിർത്തിയിട്ട്, നല്ല ഒരു വ്യൂ പോയിന്റിൽ നമുക്ക് നിർത്തിയിട്ട് വീഡിയോ എടുക്കാം. ഈ പോണ സൈഡിലൊക്കെ അരുവികളും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിർത്തിക്കണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത്ര മഴ ഉണ്ട് ഇവിടെ. ഈ മഴ കൊണ്ടാൽ അത്യാവശ്യം ജലദോഷം പനിയൊക്കെ വരാൻ ഇത് മതി. പുതിയ മാരുതിൻ്റെ വണ്ടി ഇറങ്ങിയതാണ് മുമ്പിൽ പോകുന്നത്. കണ്ടമാനം വണ്ടി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഇവിടെ ഈ ഏരിയയിൽ കംപ്ലീറ്റ് അങ്ങനത്തെ വണ്ടികളാണ്. പുതിയ വണ്ടി മാരുതിൻ്റെ വണ്ടികളാണ്. മൊബൈലിന് ചെറിയ ഷെയ്ക്കൊക്കെ വരുന്നുണ്ട്. ആ സ്റ്റാൻഡിന് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി, അതാണ്. ഇതിൽ വരുന്നവരൊക്കെ നല്ല ഡ്രൈവിംഗ് ആട്ടോ, എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. എന്താ സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ റിസോർട്ടുകൾ കയറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. കൂടുതൽ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇറങ്ങി നിൽക്കാനൊന്നും കഴിഞ്ഞില്ല, അങ്ങനെ മഴ ആയതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറായിട്ട്. ഒക്കെ എന്താ അടിപൊളി സ്ഥലം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുന്നോ? ചായത്തോട്ടൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേ നല്ലൊരു വീഡിയോ എടുക്കാം. ഇവിടെയൊക്കെ നല്ല കോടുണ്ടേ, നല്ല കോടയുണ്ട് ടോപ്പ്. ഈ മലേൻ്റെ മുളക്കൊന്നും കയറാനായിക്കില്ല. അവിടെയൊക്കെ കംപ്ലീറ്റ് കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. ഷോക്ക് കൊടുത്തിക്കണമെന്ന് സംശയം എനിക്ക്. എന്താ രസം സ്ഥലമൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടോ.
ഇനി ഇവിടുന്ന് ആ കോട കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്താലേ നല്ലൊരു വൈബുള്ള സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവിടെയൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ റോഡ് വീതി വേണം, ഇല്ല ഞാൻ വേറെ വണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടാവുകയാണ്. പല സ്ഥലത്തും നിർത്താൻ വേണ്ടി നോക്കി, എവിടെയും സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഇവിടുത്തെ കോടയും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. ഇവിടുത്തെ താഴേക്കുള്ള വ്യൂ ഒക്കെ ഒരു സംഭവമാണ്. ഏതായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. എല്ലാവരും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല കോടയിട്ട് ഇവിടെയൊക്കെ. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. എന്നാൽ ഓക്കെ കേട്ടോ, അടുത്തൊരു വീഡിയോ ആയിട്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.